സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരെ സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇവർക്കു നേരെ ഗൂഢശ്രമങ്ങൾ നടത്താതെ നിങ്ങൾ കരുതൽ കണ്ണുകൾ വയ്ക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നാണ് മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി പറഞ്ഞത്. തിങ്കളാഴ്ച ഡൽഹിയിലെത്തി ഇക്കാര്യം ഉന്നയിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ആശാപ്രവർത്തകർക്ക് കോട്ടും കുടയും വാങ്ങി നൽകിയാണ് സുരേഷ് ഗോപി മടങ്ങിയത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ കോപ്പറേറ്റീവ് സംവിധാനത്തെ മാത്രം നിങ്ങൾ താഴ്ത്തിക്കാണേണ്ടതില്ലെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. പല രാഷ്ട്രീയ സംവിധാനങ്ങളും കുഴപ്പമാണ് ജനങ്ങളോട് ചെയ്തിരിക്കുന്നത്. അതെല്ലാം തോണ്ടിയെടുത്തിരിക്കും. ആശാവർക്കർമാർക്ക് അരക്ഷിതാവസ്ഥയുണ്ടാവുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആരോഗ്യമന്ത്രിയെയും വിവരം ധരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ അത് വിഭാവനം ചെയ്ത് സ്ഥാപിതമാക്കുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങളും ഉണ്ടാവും. ആ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രിയോട് പറയാം. തീരുമാനമെടുക്കേണ്ടത് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റുമാണ്. അത് പക്ഷേ സമരപ്രഖ്യാപനമല്ല. താൻ സമരത്തിന്റെ ഭാഗമല്ല. സമരം ചെയ്യുന്ന മനുഷ്യരെ കാണാനാണ് വന്നത്. അവരെ കേട്ടുവെന്നും അവരുടെ പ്രശ്നങ്ങൾ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ പിരിച്ചുവിടാൻ സർക്കാർ നടപടിയെടുത്താൽ കേന്ദ്ര ഫണ്ട് തടയുമെന്നും ആശാവർക്കർമാരോട് സുരേഷ് ഗോപി പറഞ്ഞു. സമരം നടത്തുന്ന ആശാപ്രവർത്തകർ മഴ നനയാതെയിരിക്കാൻ കെട്ടിയ ടാർപോളിൻ പോലീസ് പുലർച്ചെയെത്തി അഴിച്ചുമാറ്റിയിരുന്നു. ടാർപോളിൻ കെട്ടി അതിനു താഴെ പായ വിരിച്ചു കിടന്ന് ഉറങ്ങുകയായിരുന്ന ആശാപ്രവർത്തകരെ പുലർച്ചെ 3 മണിയോടെ വിളിച്ചുണർത്തിയാണ് പോലീസ് ടാർപോളിൻ അഴിപ്പിച്ചത്. ആശാപ്രവർത്തകർ ഈ പ്രവൃത്തി ചോദ്യം ചെയ്തെങ്കിലും പോലീസുകാർ വഴങ്ങിയില്ല.